ജ്യോതിഷത്തിന്റെ വാതായനങ്ങൾ തുറക്കുന്ന വനദുർഗ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും അർത്ഥമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ക്രിയായോഗ എന്താണ്, ക്രിയായോഗയെ പറ്റി ആദ്യം ക്രിയായോഗ എന്താണെന്നും പിന്നെ ക്രിയായോഗ മഹാവിഷ്ണുവിൽ തുടങ്ങി അത് അഗസ്ത്യരിലൂടെ പിന്നീട് ആരിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ഒരു സഞ്ചാര പാത്രമാണ് ഈ വീഡിയോ. ഇന്ന് നാഗരാജ് എന്ന് പറയുന്ന പേരിൽ നിന്ന് മഹാ അവതാർ ബാബാജി ആയ ഒരു സിദ്ധന്റെ അല്ലെങ്കിൽ യോഗിയുടെ ഒരു ആളാണ് ക്രിയായോഗ നമ്മുടെ ലോകത്തിന് സമ്മാനിച്ചത് എങ്ങനെ എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോയാണ്. ക്രിയായോഗ നാലാമത്തെ വീഡിയോ. ആദ്യം മഹാവിഷ്ണുവിലൂടെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനിലൂടെ, പിന്നെ അഗസ്ത്യരിലൂടെ, പിന്നെ അത് അഗസ്ത്യരി മുഖേന ആറിലേക്കാണ് അത് ആ ഒരു സംഭവം പോയത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വിവരണം മാത്രമാണ് ഈ വീഡിയോ. പലർക്കും അറിയാം, പലരും അതറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ കേരളത്തിലെ ആത്മീയത എല്ലാം ആത്മീയ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും കേരളത്തിലാണ്. അവസാനിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് സ്വയം ഇവിടെ ജനിച്ച ആദിശങ്കരൻ മുതൽ അതേപോലെ ഇപ്പൊ പറയുന്ന ബാബാജിയുടെ ഇതും തുടങ്ങുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. മലബാർ സൈഡിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച ബ്രാഹ്മണരായ 2 പേര് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നാട് വിട്ട് തമിഴ്നാട്ടിലെ പറങ്കിപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയും അവിടെ ജീവിക്കുന്ന ക്ഷേത്രത്തിലെ പുരോഹിതനായി അല്ലെങ്കിൽ പൂജാരിയായി ജീവിക്കുന്ന മകനായി നാഗരാജ് നാഗങ്ങളുടെ രാജാവ് എന്നർത്ഥത്തിലുള്ള നാഗരാജ് എന്ന പേരുള്ള ഒരു കുട്ടി ജനിക്കുകയും ആ ഗ്രാമത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് ആ കുട്ടിയെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി കൽക്കത്തയിൽ എത്തിച്ച് വേറൊരാൾക്ക് വിറ്റ് അതിൽ നിന്നും ഒരു സന്യാസിമാരുടെ രീതിയിലേക്ക് പോകുന്ന അവരിലേക്ക് ആ കുട്ടി എത്തപ്പെടുകയും അവിടെ നിന്ന് വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ച് പോകുന്ന രീതിയിൽ പിന്നീട് ആ നാഗരാജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വാരണാസി കാശിയിലെത്തുകയും അവിടെ നിന്ന് ഒരു ഉപദേശം കിട്ടിയിട്ട് ആള് ഇവിടുന്ന് ശ്രീലങ്കയിലേക്ക് പോകുന്നു. ശ്രീലങ്കയിലേക്ക് പോകുമ്പോഴാണ് മാസങ്ങളെടുത്ത് നടന്ന് പോയി അവിടെ കതിർഗാം എന്ന് പറയുന്ന ഒരു അമ്പലത്തിന്റെ ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തുകയും അവിടെ വച്ച് ഒരു മരത്തിന്റെ ചോട്ടിൽ കുറെ ശിഷ്യന്മാരോട് ധ്യാനവും അങ്ങനെയുള്ള യോഗ കാര്യങ്ങളും പഠിപ്പിച്ചിരുന്ന ഒരാളെ പരിചയപ്പെടുന്നു. നാഗരാജ് ഇതിൽ ആകർഷനായി ആളുടെ ശിഷ്യനായി മാറുന്നു. അവിടെ മാസങ്ങളോളം നിന്ന് ആ ധ്യാനം, ഏകാഗ്രത ഒക്കെ ചെയ്യുന്നു.
അത് മഹാസിദ്ധനായ ഭോഗരായിരുന്നു. ഭോഗരുടെ ശിഷ്യനായി നാഗരാജ അവിടെ യോഗകളും പിന്നെ അങ്ങനെയുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളുമുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിക്കുകയും കൂടുതൽ അറിവിലേക്കും ഇത് ചെയ്യുന്നതിന് ഭോഗരുടെ ഗുരുവായ അഗസ്ത്യരെ പ്രത്യക്ഷപ്പെടുത്തി കുണ്ടലിനി ദീക്ഷ എടുക്കണമെന്ന് പറയുന്നു. ഗുരു പറഞ്ഞത് അനുസരിച്ചാണ് ആള് നാഗരാജ് നടന്ന് അഗസ്ത്യകൂടം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് അഗസ്ത്യരെ തപം ചെയ്ത് അല്ലെങ്കിൽ തപസ് ചെയ്ത് മഴയും കാറ്റും വെയിലും ഒക്കെ സഹിച്ച് തപസ് ചെയ്യും. അഗസ്ത്യര് വന്നിട്ടാണ് പിന്നീട് നാഗരാജിന് ലോകത്തിലെ ഏറ്റവും വലിയ സിദ്ധനായി നീ മാറട്ടെ, നീ ജനിച്ചത് ആദ്യം ശ്രീലങ്കയിൽ വെച്ച് ഈ കഥകം അമ്പലത്തിൽ വെച്ചാണ് ഭോഗര് നീ ആ പണ്ട് ആരായിരുന്നു നാഗരാജനോട് പറയാൻ ആരായിരുന്നു എന്നും ഈ ജന്മത്തിൽ എന്തിനാ ജനിച്ചതെന്നും നിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നും പറഞ്ഞതിന് ശേഷമാണ് ആളിതിലേക്ക് പൂർണ്ണമായിട്ടും മാറി ധ്യാനങ്ങളും മന്ത്രങ്ങളും യോഗ ഇതൊക്കെ പഠിച്ച് ലാസ്റ്റാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ അഗസ്ത്യമുനിയെ നീ പ്രത്യക്ഷപ്പെടുത്തുക, അവിടെ നിന്ന് കുണ്ടലിനി ദീക്ഷ സ്വീകരിക്കുക. അങ്ങനെയാണ് ഇന്നത്തെ അഗസ്ത്യകൂടം അല്ലെങ്കിൽ പോത്തിങ്കിരി മലയില് എത്തി തപസ് ചെയ്ത് വെയിലും മഴയും കാറ്റും ഒക്കെ ആയിട്ട് തപസ് ചെയ്ത് ആ ഒരു പ്രത്യക്ഷപ്പെട്ട് ഈ ഒരു കുണ്ടലിനി ദീക്ഷ സ്വീകരിക്കുന്നത്. അങ്ങനെ ആളനുഗ്രഹിക്കുന്ന ദീക്ഷ കൊടുത്തതിന് ശേഷം ആണ് അഗസ്ത്യമുനി പറയുന്നത് ഏറ്റവും വലിയ ലോകത്തറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു പ്രശസ്തനായ കഴിവുള്ള ഒരു മഹാസിദ്ധനായി മാറട്ടെ എന്ന് അനുഗ്രഹിച്ചു. ആ അനുഗ്രഹിച്ച ആളാണ് നാഗരാജ് എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് മരണമില്ലാത്ത മഹായോഗിയായി മാറിയത്. മഹാവതാർ ബാബ, ക്രിയായോഗ ബാബ, ശിവ ബാബ, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു അദൃശ്യ സന്യാസിയായി മാറിയത്. അവിടെ നിന്ന് അത് സ്വീകരിച്ച് ബദ്രീനാഥിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പോയിരിക്കാനും അവിടെ നിന്ന് പറഞ്ഞു തന്ന കാര്യം അഭ്യസിക്കാനും ഒക്കെ പറഞ്ഞത് അഗസ്ത്യമുനിയാണ്. അവിടെ നിന്നാണ് ഒരു വ്യക്തി ദൈവികത്തിലേക്ക് എത്തുന്നതും ദൈവത്തിൽ നിന്നും ഒരു യോഗാ രീതിയിലുള്ളൊരു സംഭവം പുള്ളി തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതും. അതാണ് അടുത്ത വീഡിയോ. എന്താണ് ആള് ചെയ്തത്, എന്താണ് സർപ്പകുണ്ടലിനി ദീക്ഷ അല്ലെങ്കിൽ കുണ്ടലിനി ദീക്ഷ അനുഗ്രഹിച്ച് കൊടുത്തത്, അതാണ് അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.